ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ വൈജയോട് അലീന ഒക്കെ പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ കാരനാണ് ഞാൻ ഈ കുഴപ്പത്തിലൊക്കെ പോയി ചാടിയതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വൈജ ഇതൊന്നും വിശ്വസിക്കാതെ രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് രോഹിത്തിനോട് ചോദിക്കേണ്ട, എടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തോ, നീയും ഹരിശങ്കറും കൂടിയാണ് ചേർന്നിട്ടാണ് അലീനെ റേപ്പ് ചെയ്യാൻ നോക്കിയോ, എന്നിട്ടാണ് അവൾ കത്തിയോണ്ട് കുത്തിയിട്ടാണ് അവൾ ആസ്പത്രിയിൽ അഡ്മിറ്റ് ആയതെന്നൊക്കെ ചോദിക്കേണ്ടത്. അപ്പോൾ രോഹിത്ത് ആണെങ്കിൽ സമ്മതിക്കേണ്ട. അത് കേട്ടപ്പോൾ വൈജ രോഹിത്തിനിട്ടിട്ട് നന്നായി പൊട്ടിക്കുന്നുണ്ട്. എന്തായാലും പിന്നെ വൈജയ്ക്ക് ആണെങ്കിൽ വല്ലാത്ത വിഷമാവേണ്ട ഇതൊക്കെ കേട്ടിട്ട്. അപ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രൻ അലീനോട് മാപ്പ് ചോദിക്കേണ്ടത്, എൻ്റെ മകന് വേണ്ടിയിട്ട് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാൻ മോളെ, എനിക്കറിഞ്ഞു, ഞാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു, അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക, അല്ലാതെ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് കേൾക്കുമ്പോഴേക്കും അലീനയ്ക്ക് വല്ലാതെ സങ്കടമായിട്ട് അലീന കരയുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ ബാലചന്ദ്രൻ മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് എല്ലാ റെക്കോർഡിങ്ങും എടുത്തിട്ട് കേൾക്കുന്നുണ്ട്. രേവതി അവളോട് അലീനോട് പറയുന്നുണ്ട്, ചേച്ചിക്ക് പറയായിരുന്നില്ലേ നിങ്ങൾ പ്രസവിച്ച മോളാണ്, 22 വർഷം മുമ്പ് നിങ്ങൾ എന്നെ പ്രസവിച്ച് അനാഥാലയത്തിലാക്കിയിട്ട് പോയ മകളാണ്, നിങ്ങൾ പിന്നെ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചേച്ചിക്ക് പറയായിരുന്നില്ലേ, നിങ്ങൾ എൻ്റെ അമ്മേനെന്ന് എനിക്ക് നന്നായി അറിയാം, നിങ്ങളെ ഒരു നോക്ക് കാണാനും നിങ്ങളുടെ കൂടെ കഴിയാനും എൻ്റെ അനിയത്തിമാരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീട്ടിൽ വന്നതല്ല, നിങ്ങളെ പണിക്കാരത്തിയായിട്ട് വന്നതല്ല, അല്ലാതെ എൻ്റെ സ്വഭാവം നന്നല്ല പറയാൻ നിങ്ങൾക്ക് ഒരു ഇതുമില്ല, കാരണം നിങ്ങളുടെ മോളാണ്, നിങ്ങൾ പ്രസവിച്ച മോളാണെന്നൊക്കെ ചേച്ചിക്ക് അങ്ങോട്ട് പറയായിരുന്നില്ലേ എന്നൊക്കെ ഒരു രേവതിക്കുട്ടി അവിടുന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ബാലചന്ദ്രന് കേട്ടപ്പോൾ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. അവൻ ആ കസാലയൊക്കെ ഇട്ട് എറിയുന്നുണ്ട്. എല്ലാ ദേഷ്യം കൊണ്ട് എന്താ ചെയ്യാൻ പറ്റാതെ എന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും ബാലചന്ദ്രൻ അലീന വൈജയുടെ മോളാണെന്നുള്ള സത്യം അത് അറിഞ്ഞു കഴിഞ്ഞു. ഇനി അലീനയുടെ അച്ഛൻ ആരാന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സത്യത്തിൻ്റെ പിന്നിലാണ് നമ്മുടെ ബാലചന്ദ്രൻ. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.